സുപ്രഭാതം. ഈ മനോഹരമായ പ്രഭാതത്തിലേക്ക് സ്നേഹത്തോടെ ഹൃദയത്തിൽ തൊട്ട് നിങ്ങളെ ക്ഷണിക്കുകയാണ്. ഞാൻ ബൈജു പാം, ട്രാൻസ്ഫോർമേഷൻ ലൈഫ് കോച്ച്, വിഷൻ ബോർഡ് പരിശീലകൻ. ഇന്നത്തെ പ്രഭാതത്തിൽ കൂടുതൽ സന്തോഷമായിരിക്കാൻ സർവേശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ആരംഭിക്കാം. Out to you, Sajeesh Nenmar, sir. Thank you, sir. Thank you. ആദരണീയനായ ബൈജു സർ, ഐസക് സർ, ജോയ് സർ, യൂത്ത് ഐക്കൺസ് ജോസ് കുര്യൻ സർ, നായർ സാർ, ഒപ്പം തന്നെ ഇന്നിവിടെ ഈ പ്രഭാതത്തിൽ ഈ തണുത്ത മഴയിലും ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന എല്ലാ ഹൃദയബന്ധുക്കൾക്കും നമസ്കാരം, സുപ്രഭാതം. എല്ലാവരും ഇന്നു മുതൽ ഹൃദയബന്ധുക്കളാണ്. അതുകൊണ്ടാണ് ആ പദം മനഃപൂർവ്വം ഉപയോഗിച്ചത്, ഹൃദയബന്ധുക്കൾ എന്ന പദം. നമ്മൾ ഈ കാലത്ത് എഴുന്നേറ്റ് എന്തിനിവിടെ വരുന്നു എന്ന് പലർക്കും സംശയമുണ്ടാവും. എന്തിനാണ് ഈ രാവിലെ 5:30-ക്കൊക്കെ ഈ സെഷൻ വെക്കുന്നതുകൊണ്ട് എന്താണ് ഗുണം? ഇതിനകത്തേക്ക് കടന്നു വരുമ്പോൾ, ആദ്യത്തെ പടി വയ്ക്കുമ്പോൾ എല്ലാവർക്കും ഉണ്ടായിരുന്ന സംശയമാണ് ഇന്ന് 1020 ദിവസത്തിലെത്തി നിൽക്കുന്നത്. ഞങ്ങൾ ഉൾപ്പെടെ എല്ലാവരും 1020ാമത്തെ ദിവസത്തിൽ എത്തി നിൽക്കുന്നത്. നമുക്ക് ജീവിതത്തിൽ 2 വഴികളാണ് വിജയിക്കാനും സന്തോഷിക്കാനും. ഒന്ന്, നമുക്ക് നമ്മുടേതായ ലക്ഷ്യങ്ങളെല്ലാം നിർണയിച്ച് നമ്മുടേതായ പ്രവൃത്തിയിലൂടെ അതിനെ വിജയത്തിലെത്തിക്കാം. അല്ലെങ്കിൽ നസ്രുദ്ദീൻ മുല്ലയെ പോലെ ചിന്തിക്കാം. നസ്രുദ്ദീൻ മുല്ല ഒരു ദിവസം ഒരു കടയിൽ പോയി ഒരു പുസ്തകം വാങ്ങിക്കാൻ ഒരു പുസ്തകശാലയിലാണ് സന്ദർശിച്ചത്. അപ്പോൾ ഉടമസ്ഥൻ ഒരു വലിയ കട്ടുകൂടിയ പുസ്തകം എടുത്ത് കാണിച്ചിട്ട് പറഞ്ഞു, ഇത് താങ്കൾക്ക് വളരെ ഉപകാരപ്പെട്ട പുസ്തകമാണ്. കാരണം ഇത് താങ്കൾ വായിച്ചാൽ താങ്കളുടെ ജോലി പകുതി കുറയും എന്ന് പറഞ്ഞപ്പോൾ മുല്ല ഉടൻ പറഞ്ഞു, എന്നൊരു 2 പുസ്തകം പോരട്ടെ. കാരണം ഒരു പുസ്തകം വായിച്ചാൽ ജോലി പകുതി കുറയുമെങ്കിൽ 2 പുസ്തകം വായിച്ചാൽ ഉണ്ടാതിരിക്കാമല്ലോ, ജോലി ഒന്നും ചെയ്യണ്ട എന്നുള്ള രീതിക്ക്. അപ്പൊ നമ്മൾ മുല്ലയാകണോ അതോ അധ്വാനിച്ച് നേടണോ എന്നുള്ള കാര്യം ഡിസൈഡ് ചെയ്യാനുള്ള ഒരു വഴിയാണ് ഇന്ന് രാവിലെ തുറക്കുന്നത്. 10ാം ക്ലാസ്സിൽ പഠിച്ച പോലെ റോബർട്ട് ഫ്രോസ്റ്റിന്റെ ദ റോഡ് നോട്ട് ടേക്കൺ എന്ന കവിതയിൽ പറയുന്ന പോലെ, 2 road diverted in a yellow way, but what I can do, I have to go 1 road. എനിക്ക് ഒരു റോഡിലൂടെ പോകാൻ പറ്റുള്ളൂ. ആ ഡിസിഷൻ നിങ്ങൾക്ക് തന്നെയാണ് എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഇന്നത്തെ സെഷന് നമ്മുടെ ഓരോ പ്രഭാതവും ആരംഭിക്കുന്നത് മനോഹരമായ ഈശ്വര പ്രാർത്ഥനയിലൂടെയാണ്. ഇന്നത്തെ പ്രാർത്ഥനയ്ക്ക് വേണ്ടി നമ്മുടെ ആരാധനയായ സംഗീത ഗുരു ജയകുമാർ സാറിനെ ക്ഷണിക്കുകയാണ്. ജയകുമാർ സാർ. താങ്ക് യു സർ. കേൾക്കാമല്ലോ അല്ലേ? കേൾക്കാം സർ, കേൾക്കാം. ഓം തത് സത് ശ്രീ നാരായണതു പുരുഷോത്തമ ഗുരുതു സിദ്ധബുദ്ധതു സ്കന്ദ വിനായക സവിതാ പാവകതു സവിതാ പാവകതു ബ്രഹ്മമസ്ദതു യഹോവ ശക്തിതു യേശു പിതാ പ്രഭുതു രുദ്രവിഷ്ണുതു രാമകൃഷ്ണതു റഹീമതാവോതു റഹീമതാവോതു വാസുദേവ ഗോവീശ്വരൂപതു ചിദാനന്ദ ഹരിതു അദ്വിതീയതു അകാല നിർഭയ ആത്മലിംഗ ശിവതു ആത്മലിംഗ ശിവതു
ആത്മലിംഗ ശിവ തൂ. താങ്ക് യു. താങ്ക് യു ജയകുമാർ സാർ, ഈ മനോഹരമായ പ്രാർത്ഥന കൊണ്ട് ഈ പ്രഭാതം സുന്ദരമാക്കിയതിന്. ഇന്ന് സ്വാഗതം ആശംസിക്കുന്നത് നമ്മുടെ പ്രിയപ്പെട്ട യോഗ ആചാര്യനും ക്വാളിറ്റി മംഗളമായ ജോയ് ജോൻ സാറാണ്. ജോയ് സാർ. യെസ്, താങ്ക് യു സതീഷ്. എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒരു നല്ല പ്രഭാതം ആശംസിക്കുന്നു. പ്രിയമുള്ള ഗുരുനാഥൻ ബൈജുപാം സാർ, അധ്യക്ഷവേദി അലങ്കരിക്കുന്ന സജീഷ് നെന്മാർ സാർ, ഐസക് സാർ, വി ബെസ്റ്റ് കുടുംബത്തിലെ സഹോദരങ്ങളെ, അതോടൊപ്പം തന്നെ പുതിയ ബാച്ചിലേക്ക് കടന്നു വന്നിട്ടുള്ള എല്ലാ സുമനസ്സുകൾ. ഇന്ന് വിഷൻ ബോർഡ് വർക്ക്ഷോപ്പ് ആരംഭിക്കുന്ന ദിനം. എനിക്ക് തോന്നുന്നത് മറ്റ് പല വർക്ക്ഷോപ്പുകളും നടക്കുന്നതും ഇന്നത്തെ ഈ വർക്ക്ഷോപ്പും തമ്മിൽ വളരെ വ്യത്യാസമുണ്ട്. കാരണം 1020 ദിനങ്ങളായി വിഷൻ ബോർഡ് ട്രെയിനിങ് കഴിഞ്ഞ 50ഓളം പേർ ഒരുമിച്ച് നിന്നുകൊണ്ട് ഈ വിഷൻ ബോർഡിന്റെ സാധ്യതകളും വ്യക്തിപരമായി ഓരോരുത്തരിലും ഈ വിഷൻ ബോർഡിന്റെ ഈ ട്രെയിനിങ് കൊണ്ടുണ്ടായ മാറ്റങ്ങളൊക്കെ ഒബ്സർവ് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകാൻ നമ്മുടെ ഒരു ട്രെയിനർക്ക് കഴിയുക എന്ന് പറഞ്ഞാൽ, എനിക്ക് തോന്നുന്നത് കേരളത്തിൽ അല്ല ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടാവില്ല. കാരണം വളരെ ഗവേഷണാത്മകമായി വിഷൻ ബോർഡിന്റെ ഓരോ വിഷയങ്ങളും എടുത്തുകൊണ്ട് ചർച്ച ചെയ്ത് ഓരോരുത്തരും ഏത് തലത്തിൽ എത്തിയിരിക്കുന്നു എന്ന് പരിശോധിച്ചുകൊണ്ട് ഒരു ട്രെയിനർക്ക് ക്ലാസ് എടുക്കാൻ കഴിയുന്ന ഒരവസ്ഥ. തീർച്ചയായിട്ടും ഇന്ന് കൂടിയിരിക്കുന്ന എല്ലാവരും ഭാഗ്യവാന്മാരാണ്. കാരണം അതിൽ നിന്ന് ഉരുത്തിരിഞ്ഞ ആശയമാണ് ഇന്ന് ബൈജുപാം സാറ് പുതിയ ക്ലാസ്സുകളിൽ കൊണ്ടുവരുന്നത്. എടുത്തു പറയത്തക്ക വിധത്തിൽ സാറ് പറയാനുണ്ടായി, വെൽത്ത് മാസ്റ്ററി കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട ഒരു മേഖലയാണ്. ഈ കാര്യങ്ങളിലേക്കൊക്കെ കടന്നു വന്ന ആ വഴികൾ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം. ഈ 21 ദിനങ്ങൾ ഒരുമിച്ച് കൂടുന്ന സമയത്ത് ഒരുപാട് മാറ്റങ്ങൾ പ്രതീക്ഷിച്ചുകൊണ്ടാണ് നമ്മൾ ഒരുപാട് ഓരോ ലക്ഷ്യങ്ങളിലേക്ക് എത്തിച്ചേരാൻ ഓരോരുത്തരും ഓരോതരം ലക്ഷ്യങ്ങളാണ്. അപ്പോൾ അതിനു വേണ്ടിയുള്ള ആ 21 ദിനങ്ങളാണ്. അതിലൂടെ നമ്മുടെ ചിന്തകളെ മാറ്റിക്കൊണ്ട് തീർച്ചയായിട്ടും ഒരു പുതിയ കാഴ്ചപ്പാടിലേക്ക് നമ്മളെ എത്തിക്കാൻ നമ്മുടെ ഗുരുനാഥന് കഴിയും എന്നൊരു സംശയമില്ല. കാരണം ഞങ്ങളുടെയൊക്കെ അനുഭവം അത് തന്നെയാണ്. അപ്പോൾ നമ്മളെ സംബന്ധിച്ച് പറഞ്ഞാൽ ഈ യഥാർത്ഥ സന്തോഷം അനുഭവിക്കാൻ പുസ്തകങ്ങളോ അല്ലെങ്കിൽ നമ്മൾ ഇത്രയും കാലം പല മേഖലകളിൽ പഠിച്ചിട്ടുണ്ട് എങ്കിൽ തന്നെയും യഥാർത്ഥ സന്തോഷം അനുഭവിക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ടോ എന്നൊരു ചോദ്യമുണ്ട്. നമുക്കറിയാം ഈ സ്നേഹത്തിൻ്റെയും അതുപോലെ കരുതലിൻ്റെയും ഇതിൻ്റെയൊക്കെ രസതന്ത്രം എന്താണ് എന്ന് ബോധ്യപ്പെടുത്തുന്ന 21 ദിനങ്ങളായിരിക്കും ഇനി വരുന്ന ദിനങ്ങൾ. എന്തായാലും നമുക്കറിയാം ഈ വി ബെസ്റ്റ് നമ്മുടെ കൂടുതൽ പഠിപ്പിക്കുകയല്ല, മറിച്ച് നമ്മളുടെ ഉള്ളിലുള്ള ഓരോ ശേഷികളെയും വളർത്തി അത് സമൂഹത്തിനും അതോടൊപ്പം തന്നെ നമ്മുടെ കുടുംബത്തിനും നമ്മുടെ രാജ്യത്തിന് തന്നെ മുതൽക്കൂട്ടാകാൻ ശ്രമിക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം എന്ന് എപ്പോഴും നമ്മുടെ ഗുരുനാഥൻ പറയാറുണ്ട്. അതുതന്നെയാണ് ലോക്കൽ ആക്ഷൻ വിത്ത് ഗ്ലോബൽ വിഷൻ. നമ്മൾ എല്ലാ കാര്യങ്ങളും തുടങ്ങി വെക്കുന്നു, അതിലൂടെ ഒരു ഗ്ലോബൽ വിഷനിലേക്ക് നമ്മൾ ഹാപ്പിനെസിന്റെ അങ്ങേയറ്റം അതുകൊണ്ട് തന്നെയാണ് മൂന്നാറിൽ അത് പ്രാക്ടിക്കൽ ആക്കാൻ വേണ്ടിയിട്ടാണ് ഇന്നൊരു ഹാപ്പിനെസ് വില്ലേജ് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. അതിലൂടെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ അധികം ദീർഘിപ്പിക്കുന്നില്ല. അപ്പോൾ അതിലേക്ക് നമ്മളെ എല്ലാവരെയും നയിക്കുന്ന ഏറെ ബഹുമാന്യനായ ബൈജുപാം സാറിനെ ആദരവോടെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അതോടൊപ്പം തന്നെ നമുക്കറിയാം വി ബെസ്റ്റിന്റെ അധ്യക്ഷത വഹിക്കുന്ന സജീഷ് നെന്മാർ സാർ.
അദ്ദേഹത്തെ സംബന്ധിച്ച് ഈ വി ബെസ്റ്റിന്റെ കാഴ്ചപ്പാടുകൾ പൂർണ്ണമായും ഒരു ഓഫീസിലേക്ക് പകർത്തിയ വ്യക്തിയാണ്. നമ്മുടെ മാറ്റങ്ങൾ അറിയേണ്ടത് തീർച്ചയായിട്ടും നമ്മുടെ പ്രവർത്തന മേഖലയിലൂടെയാണ്. ആ തലത്തില് രജിസ്ട്രേഷൻ ഡിപ്പാർട്ട്മെന്റിൽ വർക്ക് ചെയ്യുന്ന അദ്ദേഹത്തിന് ഒരുപാട് കാര്യങ്ങൾ ആ ഓഫീസിനെ തന്നെ മാറ്റാൻ കഴിഞ്ഞു എന്നുള്ളതാണ് എനിക്ക് അറിയാൻ കഴിയുന്നത്. തീർച്ചയായിട്ടും അദ്ദേഹത്തെ ഏറെ ബഹുമാനത്തോടെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ നമ്മുടെ കോർ ടീം അംഗവും അതുപോലെ നമുക്ക് എല്ലാവർക്കും ആചാര്യനായി ഏത് കാര്യങ്ങളിലും നമുക്ക് ഒരുപാട് കാര്യങ്ങൾ അഡ്വൈസ് ചെയ്യുന്ന ഈ പ്ലാറ്റ്ഫോമിലെ ഒരു മഹനീയ സാന്നിധ്യമാണ് ഐസക് എബ്രഹാം സാർ. അദ്ദേഹത്തെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ആരോഗ്യ മേഖലയിലെ നൂതന കാഴ്ചപ്പാടുകളൊക്കെ ഏറ്റവും അപ് ടു ഡേറ്റ് ആയിട്ട് പഠിച്ചുകൊണ്ട് ഈ പ്ലാറ്റ്ഫോമിൽ സംവേദിക്കുന്ന കേരളത്തിൽ അറിയപ്പെടുന്ന ഒരു മാസ്റ്റർ ട്രെയിനർ കൂടിയാണ് ഐസക് എബ്രഹാം സാർ. അദ്ദേഹത്തെ ഏറെ ആദരവോടെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. സാന്നിധ്യം കൊണ്ട് നമ്മുടെ പ്ലാറ്റ്ഫോം അനുഗ്രഹീതമാണ്. കാരണം മുതിർന്ന അംഗങ്ങൾ, പ്രത്യേകിച്ചും നമ്മുടെ ബ്രാൻഡ് അംബാസിഡറായ ജോസ് കുര്യൻ സാറുണ്ട്. അതുപോലെ തന്നെ കാശ്മീരിൽ നിന്ന് നമ്മളെ എല്ലാ പ്രഭാതങ്ങളെയും പ്രഭാതങ്ങളിൽ വന്ന് നമ്മളെ ഉണർത്തുന്ന, നമ്മളെ പ്രാർത്ഥന കൊണ്ട് നിറയ്ക്കുന്ന KS നായർ സാറുണ്ട്. അതുപോലെ തന്നെ നമുക്ക് എല്ലാവർക്കും പ്രിയങ്കരനായ മോഹനേട്ടനുണ്ട്. നമുക്കറിയാം കേരളത്തിൽ അറിയപ്പെടുന്ന ട്രെയിനറായ നമ്മുടെ പരീത് കുഞ്ഞു സാർ, അദ്ദേഹമൊക്കെ ഉള്ള പ്ലാറ്റ്ഫോമാണ്. തീർച്ചയായിട്ടും അവരെയൊക്കെ ഞാൻ ഈ വേദിയിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ സംഗീത ഗുരുക്കന്മാര്, നമ്മുടെ ജയകുമാർ സാർ, ജോസഫ് ജോൺ സാർ, അങ്ങനെ അതിലുപരിയായി അവരെയും ഞാൻ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതിലൊക്കെ ഉപരിയായി ഈ വി ബെസ്റ്റിനെ കൊണ്ടുപോകുന്നത് 3 ഗ്രൂപ്പുകളായി തിരിച്ച് 3 ലീഡർമാരാണ്. ആ 3 ലീഡർമാരാണ് വി ബെസ്റ്റിന്റെ കരുത്ത്. നമ്മുടെ വിമൽ വർഗീസ് ജി, അതോടൊപ്പം തന്നെ സജിത മാം, ഗീത ടീച്ചർ, ഇവരെല്ലാവരെയും ഏറെ ബഹുമാനത്തോടു കൂടി ഞാൻ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ നമുക്കറിയാം വി ബെസ്റ്റ് ഹൃദയബന്ധുക്കളുടെ കൂട്ടായ്മയാണ്. നമ്മൾ കൂടുന്ന സമയത്ത് ആ ഹൃദയബന്ധം ഊഷ്മളമാകുന്നത് എങ്ങനെയാണെന്ന് ബോധ്യപ്പെടാൻ പോവുകയാണ് പുതുതായി വന്ന എല്ലാവർക്കും. അപ്പോൾ വി ബെസ്റ്റ് കുടുംബാംഗങ്ങളെയും കൂടാതെ വി ബെസ്റ്റിലേക്ക് കടന്നു വരാനായിട്ട് ഈ ട്രെയിനിങ്ങിലേക്ക് എത്തിച്ചേർന്ന എല്ലാ മഹത് വ്യക്തികളെയും ഏറെ ബഹുമാനത്തോടു കൂടി സ്വാഗതം ചെയ്യുകയാണ്. താങ്ക് യു സർ. താങ്ക് യു ഓൾ. താങ്ക് യു വെരി മച്ച്. താങ്ക് യു ജോയ് സാർ. മനോഹരമായി എല്ലാ ഭാഗവും സ്പർശിച്ചുകൊണ്ടുള്ള സ്വാഗതം. താങ്ക് യു. നമ്മൾ തൃശ്ശൂർ പൂരം കാണാൻ പോകുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവും. തുടക്കത്തിൽ മുതലേ കുറച്ച് ബുദ്ധിമുട്ടിലൂടെ കടന്നുപോയി അവസാനം വൈകുന്നേരം എത്തിയാൽ ആ കുടമാറ്റം കാണുന്നൊരു മനോഹാരിത. അതുപോലെയാണ് ഒന്നാമത്തെ ദിവസം ഇവിടെ എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. നമ്മൾ ആദ്യത്തെ ദിവസം വളരെ ആശങ്കയോട് കൂടിയായിരിക്കും ഇവിടെ ഇരിക്കുന്നത്. അപ്പോൾ അതിനെ ഓവർകം ചെയ്യുന്ന ആരാണോ അവർക്ക് മനോഹരമായ കാഴ്ചകൾ തങ്ങളുടെ ജീവിതത്തിൽ വിരിയുന്നത് കാണാം. അത്ര മാത്രം സൂചിപ്പിച്ചുകൊണ്ട് കാണാൻ പോകുന്ന പൂരം പറഞ്ഞറിയിക്കുന്നില്ല, അത് കണ്ടു തന്നെ അനുഭവിച്ചു തന്നെ അറിയണം എന്നുള്ളതുകൊണ്ട് അതിലേക്ക് നമ്മുടെ പ്രിയപ്പെട്ട ഗുരുനാഥൻ ബൈജു സാറിനെ ആദരവോടെ ക്ഷണിക്കുന്നു. ഓവർ ടു ബൈജു സാർ. താങ്ക് യു സോ മച്ച് സജീഷ് നെന്മാറ സർ. താങ്ക് യു. ബ്യൂട്ടിഫുൾ ഡേ എല്ലാവർക്കും ആശംസിക്കുന്നു. വി ബെസ്റ്റ് ഇന്ന് 1020ാം ദിനത്തിലാണ്. പ്രഭാതത്തിൽ 4 മണിക്ക് ഉണരുന്നവരുടെ കൂട്ടായ്മ. അതിലേക്ക് പങ്കാളികളായി വന്നിട്ടുള്ള പുതിയ ആളുകളെയും എല്ലാവരെയും സ്നേഹപൂർവ്വം ക്ഷണിക്കുകയാണ്. നമ്മൾ സാധാരണ ഈ 12,000 അടുത്തായി ദിവസങ്ങളായി നമ്മൾ വിഷൻ ബോർഡ് വർക്ക്ഷോപ്പൊക്കെ തുടങ്ങിയിട്ട് 2000-ലധികമായി. മിക്ക ഓൺലൈൻ വർക്ക്ഷോപ്പിലും നമ്മൾ പ്രഭാതത്തിൽ ഉണരുന്നത് കൊണ്ട് ഓരോ ചായ കൊടുത്തുകൊണ്ടാണ് സ്വാഗതം ചെയ്യുന്നത്. അപ്പൊ ചായ കുടിക്കാതെ പോയാൽ സുഖം ഉണ്ടാവില്ല. അതുകൊണ്ട് ഞങ്ങളുടെ സ്നേഹ സമ്മാനമായി ഈ പ്രഭാതത്തിൽ നിങ്ങൾക്കൊരു ചായ തരാനായിട്ട്, ഒരു കട്ടൻ കാപ്പി തരാനായിട്ട് ഞങ്ങൾ തയ്യാറാവാണ്. ഒരു കൊച്ചു വീഡിയോയിലേക്ക് പോയിട്ട് തിരികെ വരാം.
താങ്ക് യു. എല്ലാവരും താങ്ക്സ് ഒക്കെ പറ, ഒരു ചായ ഒക്കെ തന്നില്ലേ. സന്തോഷം. Thank you. താങ്ക് യു. താങ്ക് യു. ഉപ്പ് നിറയെ ചായ. താങ്ക് യു സോ മച്ച്. അപ്പോ ഏത് വേർഷൻ ഇന്ന് വി ബെസ്റ്റ് വിഷൻ ബോർഡ് വർക്ക്ഷോപ്പ് ഇന്ന് 1-ാം ദിനത്തിൽ എത്തി നിൽക്കുമ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് വേർഷനാണ് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. അത് 3.0 എന്ന് പറയുന്ന വേർഷനാണ്. വേർഷൻ എത്ര മാറിയാലും ചില കാര്യങ്ങൾ നമുക്ക് തുടക്കത്തിലുള്ളത് തന്നെ ഇങ്ങനെ പോകുന്നതാണ് ഇഷ്ടം. ഞാൻ അതിനേക്കാൾ നല്ലത് നോക്കാൻ ശ്രമിച്ചു. പക്ഷെ ഞാൻ ഒരു കാര്യം പറയാം, ഞാൻ ഇന്നേ വരെ കാണിച്ചിട്ടുള്ള 2000 ദിവസങ്ങളിൽ അടുത്ത് കാണിച്ചിട്ടുള്ള ഒരു സ്ലൈഡും പഴയത് ഞാൻ കാണിക്കില്ല. പുതിയത് മാത്രമായിരിക്കും നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുക. അതുകൊണ്ട് വിബസ്റ്റിൽ എല്ലാവർക്കും പുതുമ നൽകുന്ന ഒരു പുതിയ വിഷൻ ബോർഡ് വർക്ക്ഷോപ്പിലേക്ക്, ജീവിതത്തിലെ സന്തോഷം തേടിയുള്ള യാത്രയുടെ തുടക്കത്തിലേക്ക് എല്ലാവരെയും സ്നേഹപൂർവ്വം ക്ഷണിക്കുക. ഈ ചായ കപ്പ് നിറഞ്ഞു പോവാണ്. ചായ കുടിച്ചോ? എല്ലാവരും തന്നെ കഴിച്ചിട്ടുണ്ടോ? ഇതുപോലെ എൻ്റെ മുമ്പിലിരിക്കുന്ന ഓരോ വ്യക്തികളെ കുറിച്ചിട്ടും ഞാനത് സൂചിപ്പിച്ചത് നിങ്ങൾക്ക് പലർക്കും കാര്യം പിടുത്തം കിട്ടിയിട്ടുണ്ട്. എൻ്റെ മുന്നിലിരിക്കുന്ന ആളുകളെ കുറിച്ച് വ്യക്തമായ ധാരണയോടുകൂടിയാണ് ഞാൻ ഈ പ്രഭാതത്തിൽ നിങ്ങളോട് സംസാരിക്കുക. അതുകൊണ്ട് നിറവിലിരിക്കുന്ന ഓരോ ആളുകളോടും എനിക്കുള്ള ഒരു ചെറിയ റിക്വസ്റ്റ്, കുറച്ച് സ്പേസ് ഇത് കേൾക്കാൻ, ഇതിനെ ഒന്ന് ഉൾക്കൊള്ളാൻ, ആ കപ്പില് നിറഞ്ഞു കവിഞ്ഞൊഴുകുന്ന ആ കപ്പിലേക്ക് പുതുതായി ആർക്കൊന്നും തരാൻ കഴിയില്ല. കുറച്ച് സ്പേസ് തന്നാൽ ഞാനൊരു അത്ഭുതം കാണിച്ചു തരാം, ഞങ്ങൾ ഒരു അത്ഭുതം കാണിച്ചു തരാം, സന്തോഷം വരുന്ന വഴി കാണിച്ചു തരാം. റൂട്ട് ടു ഹാപ്പിനെസ്. അത് മാത്രമാണ് ഉറപ്പിച്ച് പറയാൻ കഴിയുന്ന ഒരു ഉറപ്പ്. അപ്പൊ അതുകൊണ്ട് ഇവിടെ പുതുതായിട്ട് വന്നിട്ടുള്ള ഓരോ വ്യക്തികളെയും എനിക്ക് പരിചയപ്പെട്ടുകൊണ്ടിരിക്കുന്നു. എനിക്കറിയാവുന്ന ഒട്ടനവധി പ്രഗത്ഭരായ ആളുകളുണ്ട്. ഷോണിറ്റ് സർ ഉണ്ട്, അതുപോലെ തന്നെ ജെയ്മോൾ. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, കേരളത്തിലെ ഒരു പ്രാവശ്യമെങ്കിലും സമീക്ഷയിലും ആത്മമിത്രയിലും ഒക്കെ പോകാത്ത ആളുകൾ കുറവാണ്. കുറച്ചധിക കാലഘട്ടത്തിൽ ഫാദർ ടോബി, എൻ്റെ ഗുരുനാഥനായ ഫാദർ ടോബി അച്ഛൻ്റെ വലം കൈയായി, ബഡിയായി നിന്ന്, അല്ലെങ്കിൽ എന്തിനും അച്ഛൻ്റെ ഓരോ നോട്ടത്തിൻ്റെയും പിന്നിലുള്ള കാരണം എന്താണെന്ന് തിരിച്ചറിയുന്ന ജെയ്മോൾ ഈ ബാച്ചിൽ നമ്മളോടൊപ്പം ഉണ്ട്. അത് കൂടാതെ രജിസ്ട്രേഷൻ ഡിപ്പാർട്ട്മെന്റിലെ നമ്മളൊക്കെ ഒന്ന് കാണാനായിട്ട് അവരവിടെ ചെന്നിട്ടുണ്ടെങ്കിൽ ഒരു അപ്പോയിന്റ്മെന്റ് എടുത്ത് നിൽക്കേണ്ട വ്യക്തിത്വങ്ങൾ എൻ്റെ മുമ്പിൽ ഈ പ്രഭാതത്തിൽ ഉണർന്നെഴുന്നേറ്റ്, അല്ലെങ്കിൽ സജീത് സാറിന്റെ സുഹൃത്തുക്കളായിട്ടുള്ള ഒട്ടനവധി ഓഫീസേഴ്സ് ഉണ്ട്. എൻ്റെ പ്രിയ മോന്റെ പ്രായമുള്ള അലൻ വരെ ഉണ്ട്. അപ്പൊ ഇവരുടെയൊക്കെ ഓരോരുത്തരുടെയും നോളേജ് ബേസ് നോക്കിയാൽ കുട്ടികൾ മുതൽ മുതിർന്നവർ വരെയുള്ള ഓരോ ആളുകളും, അതുപോലെ തന്നെ സാന്താ മോണിക്കയിൽ വെച്ച് പരിചയപ്പെട്ട അഞ്ജു, ഇപ്പൊ നമുക്ക് എല്ലാം കേരളത്തിന്റെ അല്ലെങ്കിൽ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് അതിരാവിലെ എഴുന്നേറ്റ് അവിടുത്തെ ടൈം ലേഖമാൻ എവിടെയാ? ലേഖമാൻ എവിടെയാ? കറക്റ്റ് സ്ഥലം പറഞ്ഞു. മസ്കറ്റിലാണ്. ഇപ്പൊ അവിടുത്തെ മസ്കറ്റിലാണ്. നമ്മുടെ സിസ്റ്റർ സിൻസി യുടെ സുഹൃത്തായിട്ടുള്ള ലേഖ മാം ഉണ്ട്. മസ്കറ്റിൽ നിന്നാണ് ഇപ്പൊ നമ്മളോടൊപ്പം ജോയിൻ ചെയ്തിരിക്കുന്നത്. അതുപോലെ ഇന്ത്യയുടെ പല ഭാഗത്തു നിന്നും ആളുകൾ ജോയിൻ ചെയ്തു. അപ്പോ എല്ലാവരോടും കൂടിയുള്ള റിക്വസ്റ്റ് ഇതാണ്, ആ നിറഞ്ഞു കവിഞ്ഞൊഴുകുന്ന കപ്പിലേക്ക് ഒന്നും എനിക്ക് മറ്റുള്ളവർക്ക് ആർക്കും ഒന്നും തരാൻ കഴിയില്ല. അതുകൊണ്ട് കുറച്ച് സ്പേസ്, കേൾക്കാനുള്ള ഒരു സ്പേസ് തരണമേ എന്ന അഭ്യർത്ഥനയോടുകൂടി നമുക്ക് തുടങ്ങാം. ആ ചെറിയ സ്പേസ് കിട്ടണമെങ്കിൽ നമ്മൾ ഒരു കാലഘട്ടത്തിലേക്ക് തിരികെ പോകണം. എപ്പോഴാണ്? ഏത് കാലഘട്ടത്തിലേക്ക് പോയാലാണ് ആ തുറന്ന മനസ്സോടെ ഏറ്റവും സന്തോഷം ജീവിതത്തിൽ തന്ന
ആ കാലഘട്ടത്തിലേക്ക് പോകണമെങ്കിൽ ഏതായിരിക്കും ആ കാലഘട്ടം? പറയൂ. സ്കൂൾ കാലഘട്ടമാണ് അല്ലെ? സ്കൂൾ കാലഘട്ടത്തിലേക്ക് പോയാൽ റീമ മാം ഭയങ്കര സന്തോഷമായി. കേട്ടപ്പോ തന്നെ ആ ചിരി ഉള്ളിൽ നിന്നാ വന്നത് അല്ലെ റീമ മാം? ശരി, ഒന്ന് അൺമ്യൂട്ട് ചെയ്യൂ, പറയാം, സംസാരിക്കൂ. അതെ 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 ഓക്കെ. ഭയങ്കര സന്തോഷമായി അല്ലേ? ഏത് സ്കൂളിലാ പഠിച്ചേ ഒന്ന് കേക്കട്ടെ റീമ മാം? ഞാൻ ഭുവനേശ്വരി സ്കൂളിൽ നിന്നാണ്, ശ്രീ ഭുവനേശ്വരി സ്കൂള്, മാന്നാർ. എവിടെ? മാന്നാർ. 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 ആ സ്കൂൾ ഓർമ്മ വന്നോ? അതെ അതെ അതെ. ഒരു കൊച്ചു പാവാടി ഞാൻ എന്റെ ബാല്യകാലം ഓടിക്കളിച്ച് നടക്കുന്ന റീമ മാമിനെ ഇപ്പൊ ഓർമ്മ വന്നു. അപ്പൊ ആ ബാല്യകാലത്തിലേക്കാണ്. യെസ് സാർ, ജോസ്കൻ സാർ എന്താ പറഞ്ഞേ? ആ ബാല്യകാലത്തിലേക്ക് നമുക്കൊന്ന് പോയി തിരികെ വരാം. കയ്യെത്താ ദൂരെ, കയ്യെത്താ ദൂരെ ഒരു കുട്ടിക്കാലം. വീണ റാണി ടീച്ചർ, താങ്ക് യു. നമുക്ക് ഒരു കൊച്ചു വീഡിയോ കൂടി കണ്ടിട്ട് തിരികെ വരാം. ഞാൻ ഇന്നലെ ഒരു 2-3 hours എടുത്തു പുതിയൊരു വേർഷനുള്ള ഒരു വീഡിയോ ബാല്യകാലത്തെ കുറിച്ച് കിട്ടാനായിട്ട്. പക്ഷെ കിട്ടിയില്ല, പഴയ തന്നെ. ലാസ്റ്റ് മോൻ ഇവിടെ ഒന്ന് പറയായിരുന്നു, പപ്പ കുറെ കറങ്ങിയിട്ട് വീണ്ടും ഈ വീഡിയോയിലേക്ക് തന്നെ വന്നൂലേ എന്ന് ചോദിക്കായിരുന്നു. കാരണം അവനത് കുറെ നാളുകളായിട്ട് കേൾക്കുന്ന വീഡിയോ ആണ്. അപ്പൊ നമുക്ക് ആ വീഡിയോ കൂടി കണ്ടിട്ട് യഥാർത്ഥ സന്തോഷം അനുഭവിച്ച ആ നന്മയുള്ള കാലത്തെ ഒന്ന് തിരികെ കൊണ്ടുവരാൻ ശ്രമിക്കാം. എവരെയും സ്വാഗതം ചെയ്യുന്നു. സോമൻജി ഓക്കെ ആണോ? വീണ്ടും ആ വീഡിയോ തന്നെയാണോ എന്നാണ് ചിന്തിക്കുന്നത്? അല്ല, അത് കണ്ടാൽ ആരും അങ്ങനെ ചിന്തിക്കില്ല. എത്ര പ്രാവശ്യം കേട്ടാലും മതി വരാത്ത ആ മനോഹരമായ ഒരു വീഡിയോ, കുട്ടിക്കാലത്തേക്കുള്ള ബാല്യകാലത്തേക്കുള്ള ഒരു യാത്ര നിങ്ങളെ ക്ഷണിക്കുന്നു. താങ്ക് യു ആൾ. ഓർക്കുന്നു ഞാൻ എൻ്റെ ബാല്യകാലം, ഓർക്കുന്നു ഞാൻ എൻ്റെ ബാല്യകാലം. ഓർമ്മകൾ മങ്ങാത്ത നാട്യങ്ങളില്ലാത്ത, ഓർമ്മകൾ മങ്ങാത്ത നാട്യങ്ങളില്ലാത്ത നാമജപത്തിൻ്റെ ശാന്തതയും. ഓർക്കുന്നു ഞാൻ എൻ്റെ ബാല്യകാലം, ഓർക്കുന്നു ഞാൻ എൻ്റെ ബാല്യകാലം. സ്വച്ഛന്ദ സുന്ദര കാലം, അഭിലാഷ സ്വർഗീയ നിമിഷമാ കാലം. എന്റെ മനസ്സിന്റെ കോണിലായിന്നും എന്നും തെളിയുന്ന ഓർമ്മ മാത്രം. ഓർക്കുന്നു ഞാൻ എൻ്റെ ബാല്യകാലം, ഓർക്കുന്നു ഞാൻ എൻ്റെ ബാല്യകാലം. മാമ്പൂ മണക്കുന്ന കാലം, മുറ്റത്ത് കരിയിലകൾ വീഴുന്ന നേരം. അണ്ണാര കണ്ണന്റെ കലപില കേട്ടു ഞാൻ അവനോടു കലഹിച്ച ബാല്യകാലം. ഓർമ്മയിൽ ഇന്നുമാ ബാല്യകാലം, ഓർമ്മയിൽ ഇന്നുമാ ബാല്യകാലം. പൂക്കളം തീർത്തൊരാ നാളിൽ മുക്കുറ്റി തേടിയ കാലം. വെള്ളില കൊണ്ടു ഞാൻ പൂ പറിക്കാനായി ഞാറുള്ള പാടത്ത് പോയ കാലം. പുള്ളിപ്പശുവിന്റെ പൈതലിൻ കവിളത്ത് മുത്തം കൊടുത്തൊരാ ഓർമ്മ മാത്രം. ഓർമ്മയിൽ ഇന്നുമാ പോയ കാലം, ഓർമ്മയിൽ ഇന്നുമാ പോയ കാലം.
പ്രണയം അറിയാത്ത കാലം അവളുടെ പരിഭവമറിഞ്ഞൊരു നേരം എന്റെ കളിത്തോഴി ബാല്യകാല സഖി നിന്റെ കൊലുസിന്റെ നാദം അന്നെന്റെ കാതിൽ മുഴങ്ങിയ നേരം ഓർമ്മയിൽ എന്നുമാ നഷ്ട സ്വപ്നം ഓർക്കുന്നു ഞാനാ പ്രണയകാലം ഓർക്കുന്നു ഞാനാ പ്രണയകാലം പറയാൻ മറന്നൊരാ കാലം പ്രണയം അറിയാൻ മറന്നൊരാ കാലം നിന്റെ പിണക്കങ്ങൾ ഒരു നുള്ളു പൂവിനാൽ പുഞ്ചിരി വിരിയിച്ച കാലം കവിളത്ത് പുഞ്ചിരി തെളിയിച്ച നേരം ഓർക്കുന്നു ഇന്നും ആ പ്രണയകാലം ഓർമ്മതൻ സോപാനപ്പടിയിലായി ഇന്നെന്റെ ഗദ്ഗതം വീണതു നേദ്യമായോ ഓർക്കാൻ കൊതിക്കുന്ന മനസ്സിൽ മരിക്കാത്ത ഓർമ്മകൾ മാത്രമെൻ ബാല്യകാലം ഓർമ്മകൾ മാത്രമെൻ ബാല്യകാലം ഓർമ്മകൾ മാത്രമെൻ ബാല്യകാലം ഓർമ്മകൾ മാത്രമെൻ ബാല്യകാലം താങ്ക് യു. ഹേയ് താങ്ക് യു. ഹലോ. അപ്പൊ കൂളായിട്ട് താങ്കൾ എപ്പോഴൊന്ന് പ്രിന്റ് ചെയ്യണം ഒന്നായിരിക്കും സർ. എന്തോ മൊബൈൽ യൂസേഴ്സിനെ ഏതാ സാർ? ഒന്ന് പിൻ ചെയ്തോളൂ സാർ. സാർ ടോപ്പിൽ വരണം. ഓക്കെ 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 ശരി ശരി ശരി. താങ്ക് യു. മൊബൈൽ യൂസേഴ്സിന് അത് ഗുണം ചെയ്യും. റൈറ്റ്. താങ്ക് യു. അപ്പോ നമുക്ക് ഇന്നത്തെ അല്ലെങ്കിൽ ഇന്ന് തുടങ്ങുന്ന യാത്ര ആരംഭിക്കാം. സന്തോഷത്തിലേക്കുള്ള യാത്ര. ഈ കാലഘട്ടത്തിലേക്ക് പോയി കൊണ്ടാണ് നമുക്ക് കുറച്ച് സ്പേസ് കണ്ടെത്താൻ കഴിയുക. അല്ലെങ്കിൽ ഈ ഇൻഫർമേഷൻ ടെക്നോളജിയിൽ തുടക്കത്തിൽ സജീവ് സാർ സൂചിപ്പിച്ചതുപോലെ നിങ്ങൾ പഠിച്ചു വെച്ച പുസ്തകങ്ങളിലെയോ അറിഞ്ഞ അറിവുകളിലേക്കാൾ കൂടുതലൊന്നും ഈ സെഷനിലൂടെ കിട്ടാനില്ല. പക്ഷേ ആ പഠിച്ചു വെച്ച ഉള്ളിലുള്ള കാര്യങ്ങളിലെ സന്തോഷം, നന്മ, അത് കണ്ടെത്താൻ 21 ദിവസം കൊണ്ട് കഴിയും എന്നുള്ളത് കൊണ്ടാണ് നിങ്ങളെ ഇഷ്ടപ്പെട്ട് ക്ഷണിച്ചു വരുന്നത്. ആ ചിന്തകളിലേക്ക് പോകാം. നിങ്ങൾ സ്വപ്നം കണ്ട ആ ജീവിതം ഇനി നിങ്ങൾക്ക് സ്വന്തം. യഥാർത്ഥത്തിൽ ആ കാലഘട്ടത്തിൽ നമ്മൾ സ്വപ്നം കണ്ട സ്വപ്നം ജീവിതം ഇനി നമുക്ക് സ്വന്തമാക്കാൻ 21 ദിവസങ്ങൾ. അതിൻ്റെ പുതിയ വേർഷനാണ് ഇത്. പ്രായോഗിക തലത്തിൽ കൊണ്ടുവരാൻ വേണ്ടുന്ന കാര്യങ്ങളാണ്. ഞാൻ 8 വർഷമായി വിഷൻ ബോർഡ് വർക്ക്ഷോപ്പുകൾ ചെയ്യുന്നു. അവിടെ കണ്ട ചെറിയ ചെറിയ പരാജയങ്ങൾക്ക് കാരണമന്വേഷിച്ച് അതിന് പരിഹാരം കണ്ടുകൊണ്ടാണ് വേർഷൻ 3.0 നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കും. സിമ്പിളായിട്ട് പറഞ്ഞ ഇത്രയേ ഉള്ളൂ. ഒരുപാട് വലിയ ആഗ്രഹങ്ങൾ, സ്വപ്നങ്ങളൊക്കെ കാണും. അത് സ്മാർട്ട് അല്ല എന്നുള്ളതാണ് പലപ്പോഴും പ്രശ്നമായി വരുന്നത്. സ്മാർട്ട് എന്ന് പറഞ്ഞാൽ ഓരോ സ്പെല്ലിംഗ് എടുത്താൽ നമുക്ക് മനസ്സിലാവും. സ്പെസിഫിക്, മെഷറബിൾ, അച്ചീവബിൾ, റിയലിസ്റ്റിക് ആൻഡ് ടൈം ബൗണ്ട്. റിയലിസ്റ്റിക് അല്ലാത്ത ലക്ഷ്യങ്ങൾ വെച്ചു കഴിഞ്ഞാൽ വർക്കാവില്ല. അതുപോലെ വെൽത്തിന്റെ പ്രാധാന്യം തുടക്കത്തിൽ സൂചിപ്പിച്ചു ജോയ് സാർ. സമ്പത്ത് അത്ര പ്രാധാന്യത്തോടു കൂടി കാണണം. കാരണം എല്ലാം സമ്പത്താണോ എന്ന് ചോദിച്ചാൽ എല്ലാം അല്ല, എങ്കിലും എല്ലാമാണ്.
കാരണം നമ്മൾ സമ്പത്തിന്റെ ഡെഫിനിഷൻ മാറ്റുന്നു. നിങ്ങൾ വിചാരിക്കുന്നു ഫിനാൻഷ്യൽ വെൽത്തിനെ കുറിച്ചിട്ടാണ് ഞാനിപ്പോൾ സംസാരിക്കുന്നത്. ഒരിക്കലും അല്ല. നിങ്ങളുടെ ഉള്ളിലുള്ള നന്മയാണ് അല്ലെങ്കിൽ ഉള്ളിലുള്ള കഴിവിനെയാണ് ഒന്നാമത്തെ സമ്പത്ത് എന്ന് പറയാം. രണ്ടാമത്തെ സമ്പത്ത് എന്ന് പറഞ്ഞാൽ ആരോഗ്യമാണ്. മൂന്നാമത്തെ സമ്പത്ത് നമ്മുടെ ഉള്ളിലുള്ള ക്രിയേറ്റിവിറ്റിയാണ്. അങ്ങനെ 6ാം സ്ഥാനത്ത് മാത്രമാണ് എന്ത് വരുന്നത്? ഫിനാൻഷ്യൽ വെൽത്ത് വരുന്നത്. പക്ഷെ അതിനും പ്രാധാന്യമുണ്ട്. അങ്ങനെ ആ സ്വപ്നം കണ്ട കാര്യങ്ങളെ യാഥാർത്ഥ്യ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള ഒരു വേർഷനാണ് 3.0 നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. അത് ഇന്നാണ് തുടങ്ങുന്നത്. നമ്മൾ ഭാഗ്യവാന്മാരാണ്. ഈ ബാച്ചിൽ അംഗമായ എല്ലാവരെയും അഭിനന്ദിക്കാൻ കൂടി ഈ അവസരം വിനിയോഗിക്കുന്നു. ബാച്ച് നമ്പർ 16 ഓൺലൈൻ ബാച്ചാണ് കേട്ടോ. ഓഫ്ലൈനിൽ കുറെ അധികം ഉണ്ടായിട്ടുണ്ട്. ഇതിൽ നിങ്ങൾക്കറിയാം ഇതിന്റെ കണ്ടന്റ് ഡിസൈൻ യുവർ സക്സസ് എന്നുള്ളത്. ഇപ്പൊ ഞാൻ കഴിഞ്ഞ ഡെമോ സെഷനിൽ ഉണ്ടായിരുന്നവർക്ക് അറിയാം. ഞാൻ ഒന്നുകൂടി പറയുന്നു. തുടക്കത്തിൽ പലരും സൂചിപ്പിച്ചതുപോലെ എക്സ്പീരിയൻസിൽ നിന്നാണ് ഇപ്പോ വിബെസ്റ്റ് ഈ വിഷൻ ബോർഡ് വർക്ക്ഷോപ്പ് നടത്തുന്നത്. 1020 ദിനങ്ങളിൽ ഇത് അനുഭവിച്ചറിഞ്ഞവരുടെ ധൈര്യത്തോടു കൂടിയാണ് ബൈജു പാം നിങ്ങളുടെ മുമ്പിൽ സംസാരിക്കുന്നത്. അതുകൊണ്ടാണ് വാക്കുകൾക്ക് ഇത്ര കൃത്യത വരുന്നത്, ദൃഢത വരുന്നത്, ചാഞ്ചാട്ടമില്ലാത്തത് എന്ന് ഞാൻ ഉറപ്പിച്ച് പറയാൻ കഴിയും. ഇന്ന് കേരളത്തിൽ വിഷൻ ബോർഡ് എന്ന് പറയുന്ന വിഷയം അവതരിപ്പിക്കാൻ ഏറ്റവും അനുയോജ്യനായ ഒരു വ്യക്തി എന്നുള്ള രീതിയിൽ ഞാൻ എൻ്റെ ഗുരുനാഥന്മാരെയും എൻ്റെ മാതാപിതാക്കളെയും നിങ്ങളെ ഓരോരുത്തരെയും മുൻനിർത്തിക്കൊണ്ട് പറയുന്നു, ഏറ്റവും നല്ലത് തരാൻ എനിക്ക് കഴിയും. അത് കോൺഫിഡൻസ് തന്നത് എന്നോടൊപ്പമുള്ള വിബെസ്റ്റ് എന്ന് പറയുന്ന വലിയ കമ്മ്യൂണിറ്റിയാണ്. അതുകൊണ്ട് നിങ്ങൾക്കും ആ അനുഭവം ഉണ്ടാകട്ടെ എന്ന് സർവേശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ആരംഭിക്കാം. ഒരേ ഒരു ചെറിയ റിക്വസ്റ്റ്, കൊച്ചു റിക്വസ്റ്റേ ഉള്ളൂ. ഇപ്പം നിലവിലുള്ള സംവിധാനത്തിൽ നിന്നും നിങ്ങൾ ആരാണോ എന്താണോ വ്യക്തമായിട്ട് നമുക്ക് 2-3 ദിവസങ്ങൾ കൊണ്ട് ഓരോരുത്തരെയും പരിചയപ്പെട്ട് അറിയാൻ കഴിയും. ആ നിൽക്കുന്നിടത്ത് നിന്നും 10% അപ്ഗ്രേഡ് ചെയ്യാൻ മനസ്സ് മാത്രം തന്നാൽ മതി. റെഡിയാണോ? താങ്ക് യു. അപ്പൊ ചോദിക്കും എവിടേക്ക്? അലൻ ചോദിക്കും ഞാൻ ഇനി എന്താ അപ്ഗ്രേഡ് ചെയ്യണ്ടേ? അലൻ എന്ന് പറയുന്നത് ഞാൻ നമ്മുടെ ഗ്രൂപ്പിലെ ചെറിയ ആളാണ്. അലൻ കഴിഞ്ഞ ദിവസം വാങ്ങിയ മലയാളം വിഷയത്തിലെ മാർക്കിനേക്കാളും അത് 80-ൽ 73 വാങ്ങിയതെങ്കിൽ അല്ലെങ്കിൽ 60 വാങ്ങിയതെങ്കിൽ 66 മാർക്ക് വാങ്ങാൻ 10% മാർക്ക് വാങ്ങാൻ കൂടുതൽ വാങ്ങാൻ ഒരു മനസ്സ് കാണിച്ചാൽ മതി. റെഡി അലൻ? ഓക്കെ ആണോ? ആ ഇന്നലെ പപ്പയെ സ്നേഹിച്ച, മമ്മയെ സ്നേഹിച്ച, അനുജനെ കരുതിയ ആ അലൻ എന്ന് പറയുന്ന കൊച്ചുമോൻ കുറച്ചുകൂടി ഒരു 10% കൂടി സ്നേഹത്തോടു കൂടി ഒന്ന് പെരുമാറാൻ കഴിഞ്ഞാൽ യു ആർ അപ്ഗ്രേഡ്. ക്ലിയർ? കാര്യം പിടുത്തം കിട്ടിയോ? അങ്ങനെ ഓൺലി 10%. ഇന്നലെ നിങ്ങളുടെ ഓഫീസിൽ വന്ന രജിസ്ട്രേഷൻ ഡിപ്പാർട്ട്മെന്റിൽ വന്ന ഓഫീസേഴ്സ് അല്ലെങ്കിൽ അവിടെ വന്ന ആളുകളോട് നിങ്ങൾ സ്നേഹത്തോടു കൂടിയാണ് പെരുമാറിയത്. അങ്ങനെ പെരുമാറാത്ത ഒരാളും വിഷൻ ബോർഡ് വർക്ക്ഷോപ്പിലോ ഇതുപോലുള്ള പ്രഭാതത്തിൽ ഉണരുകയോ ചെയ്യില്ല എന്ന് എനിക്ക് പൂർണ്ണമായിട്ടും അറിയാം. അങ്ങനെയാണെങ്കിൽ ഇന്ന് മുതൽ വരുന്ന കസ്റ്റമേഴ്സിനോട് അല്ലെങ്കിൽ നിങ്ങളെ സ്വീകരിക്കാൻ വരുന്ന നിങ്ങളുടെ ഓഫീസിലേക്ക് വരുന്ന ആളുകളോട് 10% കൂടി പുഞ്ചിരിയോടെ സ്നേഹത്തോടു കൂടി പെരുമാറാൻ തയ്യാറാണ്. നമ്മൾ സന്തോഷം കൂടുന്നത് കാണാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് സ്മാർട്ടായിരിക്കണം നമ്മുടെ ലക്ഷ്യം എല്ലാം. അതുകൊണ്ട് എല്ലാവരും ബുക്ക് എടുത്തോളൂ. 2-3 കൊച്ചു കാര്യങ്ങൾ നോട്ട് ചെയ്ത് വെക്കണം. എന്തിനാണെന്നറിയാമോ? അത് നമ്മളുടെ 21 ദിവസം കഴിയുമ്പോൾ നമുക്കത് വിലയിരുത്തണം. എന്തോരം മൂവ് ചെയ്തു എന്ന്. അതിന് കാരണം ഇത്രയേ ഉള്ളൂ. ചെറിയ ബുക്ക്, പേനയോ എവിടെയുള്ള എന്തെങ്കിലും ഒരു കുറിച്ച് വെച്ചാൽ മതി. 1 ഹാപ്പിനെസ്, സന്തോഷം, ഹാപ്പിനെസ്. ഇപ്പോ ഒരാഴ്ച സമയമെടുത്താൽ നിങ്ങൾ അനുഭവിക്കുന്ന സന്തോഷത്തിന്റെ അളവ് എത്ര ശതമാനമാണ്? ഓഫീസിൽ പോകുമ്പോൾ ഒരു സന്തോഷം ഉണ്ടാവും. ഏറ്റവും പ്രിയപ്പെട്ട ഒരു കൂട്ടുകാരിയോ കൂട്ടുകാരനെയോ കാണുമ്പോൾ കൂടുതൽ സന്തോഷം ഉണ്ടാവും. വെള്ളിയാഴ്ച വൈകുന്നേരം അല്ലെങ്കിൽ ശനിയാഴ്ച
ഞായറാഴ്ച അവധിയാണെന്നുള്ളത് കൊണ്ട് ശനിയാഴ്ച വൈകുന്നേരം ആകുമ്പോ ഒരാശ്വാസം ഉണ്ടാവും. അപ്പൊ ഒരു 90% സന്തോഷത്തിലേക്ക് വരും. ഞായറാഴ്ച വൈകിട്ടാകുമ്പോ അത് കൂടും. അല്ലെങ്കിൽ ഒരു സാമ്പത്തികമായി ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മൾ അതുവരെ അനുഭവിച്ചുകൊണ്ടിരുന്ന ഒരു കോള് വന്നാൽ മതി, അപ്പൊ നമ്മൾ താഴെ പോകും. അങ്ങനെയാണെങ്കിൽ തിങ്കളാഴ്ച മുതൽ ഞായറാഴ്ച വരെ ഒരാഴ്ചത്തെ സമയം എടുക്കാം, മൺഡേ ടു സൺഡേ. ആവറേജ് നമ്മുടെ ഹാപ്പിനെസിന്റെ അളവ് ഇപ്പൊ ഉള്ളത് മതി കേട്ടോ, എഴുതി വെക്കും. 100-ൽ എത്ര ശതമാനം? ധൈര്യമുള്ളവർക്ക് ടെക്സ്റ്റ് ചെയ്യാം, അത്ര ധൈര്യമുള്ളവർക്ക് ടെക്സ്റ്റ് ചെയ്യാം. എന്റെ ഇപ്പോഴത്തെ ശതമാനം ഇതാണ്. ആർക്കൊക്കെ ധൈര്യം ഉള്ളത്? എന്റെ ഈ ആവറേജ് 1 വീക്കിലെ ഹാപ്പിനെസ് റേഞ്ച് എന്ന് പറയുന്നത് ഇത്ര ശതമാനമാണ്. ആർക്കും ധൈര്യമില്ലേ? ടെക്സ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ലേ? ഞാൻ തന്നെ തുടങ്ങാം, ആക്കാം. ഓക്കെ, 3 മിനിറ്റ്സ്. താങ്ക് യു. ഞാൻ ഹൈ ഇട്ടിട്ടുണ്ട്, 90 ഞാൻ 90% ഇങ്ങനെ സന്തോഷത്തിലാണ്, ചിരിച്ചുകൊണ്ടേയിരിക്കുക. ഇന്ന് ചെറിയ വിഷമമുണ്ട്. ഇന്നലെ ഡിൻസി ഒന്ന് ഗ്ലാസ് കഴുകാൻ പോയി, വൈകുന്നേരം ഉച്ചയായപ്പോ ഗ്ലാസ് കഴിയപ്പോ ഗ്ലാസ് ഒന്ന് പൊട്ടിപ്പോയി. ഗ്ലാസ്സിനോടൊപ്പം കൈയൊന്ന് ഇതായി. എല്ലാവരും അറിഞ്ഞിട്ടില്ല, ഇനി ഓരോരുത്തർ അറിയുമ്പോൾ അത് പറയാൻ എന്താണെന്ന് ചോദിക്കുന്നതുകൊണ്ടാണ് കൂടുതൽ പേരും അറിയാവുന്നവർ, ഡിൻസി അറിയാവുന്നവരായതുകൊണ്ട് പറയുന്നു. അങ്ങനെ ഒന്ന് കൈ പൊട്ടി. 6 സ്റ്റിച്ച് ഉണ്ട്. അപ്പൊ ആളിപ്പോ റെസ്റ്റിലാണ്, അതുകൊണ്ടാണ് ക്യാമറയിൽ വരാത്തതെന്ന് പറയുന്നു കൂടി ചെയ്യുന്നു. ഇന്നലെ ഹോസ്പിറ്റലിൽ പോയിരുന്നു ഉച്ചയ്ക്ക്. വെറുതെ ഒരു ചെറിയ ഗ്ലാസ്സാണ്, ആ ഗ്ലാസ് ഒന്ന് കഴിയപ്പോ ഒന്ന് പൊട്ടിപ്പോയി. അതിങ്ങനെ കയ്യിലേക്ക് ഉള്ളിലേക്ക് കയറിപ്പോയി. അങ്ങനെ ഒരു 6 സ്റ്റിച്ച് ഉണ്ട്. ബ്ലഡ് കണ്ടിന്യൂസ് വരണ്ടായിരുന്നു, അതുകൊണ്ട് ആള് റെസ്റ്റ് എടുക്കണം, അതുകൊണ്ടാണ് ക്യാമറയിൽ വരാത്തത്. അതുകൊണ്ട് ചെറിയൊരു വിഷമമുണ്ട്. ഓക്കെ, അത്ര കൈയൊന്ന് നീട്ടിയാൽ ഞങ്ങൾ ഊതി തരാം. നിങ്ങളിപ്പോ ഇപ്പൊ തന്നെ പറഞ്ഞപ്പോ തന്നെ ആൾക്ക് ആശ്വാസം ഉണ്ടാവും. ഏത് കൈയാണ് സർ? വലത് കൈ. വലത് കൈയാണ്. പക്ഷെ ഞങ്ങൾ ആക്റ്റീവായി. അപ്പോഴേക്കും ഞാനും മക്കളും റെഡിയായി. ഞങ്ങളൊക്കെ ഭക്ഷണമൊക്കെ ഉണ്ടാക്കാൻ തുടങ്ങി. ഞങ്ങളൊക്കെ നന്നാകാൻ തുടങ്ങി. താങ്ക് യു സോ മച്ച്. ഓക്കെ, അപ്പൊ എഴുതിയെന്ന് തോന്നുന്നു. എല്ലാവരും പെർസെന്റേജ് അടിച്ചോ? ടൈപ്പ് ചെയ്യാൻ ധൈര്യമുള്ളവരായിരിക്കുക. ആഹാ, കൺഗ്രാറ്റ്സ്. ഗീതാ പങ്കജ് ടീച്ചർ 80. നിങ്ങൾ കൂടുതൽ അടിക്കുമ്പോ കണ്ടോ, ബീന പറയുന്നു, ഡിൻസി മാം സാരമില്ല, വേഗം മാറും. കൂടുതൽ ആശ്വാസം എന്താ വരിക? താങ്ക് യു. അപ്പോ പെർസെന്റേജ് ഇട്ടു. ഇനി നിങ്ങൾ എവിടെയോ ചെറുതാകുമ്പോ അലനൊക്കെ, അലനിപ്പോ കേൾക്കുന്നത് ഇതാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഈ കുട്ടിക്കാലമൊക്കെ എന്താ, എങ്കിലും ആ വീഡിയോ കണ്ടപ്പോ ഇങ്ങനൊരു കാലം ഉണ്ടായിരുന്നു എന്ന് അലന് തോന്നിയാ പോലെ. ഇപ്പൊ മോൻ അനുഭവിക്കുന്നുണ്ട് ഇങ്ങനെയുള്ള ഒരു കാലത്ത്? കൂട്ടുകാരികളായിട്ടൊക്കെ കൂട്ടുകാരന്മാരായിട്ട് കളിക്കാറുണ്ടോ എന്ന് പറഞ്ഞാൽ ന്യൂജനിന്റെ ടോക്ക് കേൾക്കാം. മോനുണ്ട്, മൈക്ക് മ്യൂട്ട് ചെയ്യാൻ പറ്റുന്നില്ലേ? ഓക്കെ, ഇപ്പോ കൂട്ടുകാരായിട്ടൊക്കെ എങ്ങനെയാണ്? നല്ല സന്തോഷത്തിലാണോ? ഹാപ്പിയാണ് അല്ലേ? ഇത് ഫുള്ളായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ടോ ഇപ്പൊ? ഉണ്ട്. അടിച്ചു പൊളിക്കണം കേട്ടോ, മിസ്സാക്കരുത്, തകർക്കണം. താങ്ക് യു. അതിനു വേണ്ടിയിട്ടാണ് അലൻ വന്നിട്ടുള്ളത്. അതുപോലെ ഓരോ വ്യക്തികളും. നമുക്ക് ഇനി വേണ്ടത് പണ്ടെപ്പോഴോ സ്വപ്നം കണ്ട ആ കാലം, അല്ലെങ്കിൽ നിങ്ങൾക്ക് മിസ്സായെന്ന് കരുതുന്ന കാലത്തെ തിരിച്ചു കൊണ്ടുവരാൻ കഴിയുമെന്നുള്ള കോൺഫിഡൻസ് എത്ര പേർക്കുണ്ട്? അതിന്റെ പെർസെന്റേജ് കൂടി ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോളൂ. അതായത് ഞാൻ ആഗ്രഹിച്ച കാര്യങ്ങളെല്ലാം എനിക്ക് വീണ്ടും തിരിച്ചെടുക്കാൻ കഴിയുമെന്നുള്ള ദൃഢവിശ്വാസം, കോൺഫിഡൻസ് എത്ര പെർസെന്റേജ് ആണ്? എഴുതി വെച്ചാൽ മതി, ടൈപ്പ് ചെയ്യണമെന്ന് നിർബന്ധമില്ല. കൺഗ്രാറ്റ്സ് എലീസ, ഗ്രേറ്റ്, താങ്ക് യു. ഇപ്പൊ ഉള്ളതാണ് കേട്ടോ. ഇവരൊക്കെ ഇപ്പൊ ടൈപ്പ് ചെയ്യുന്നവർ നിങ്ങൾ നെട്ടണ്ട, ഈ ടൈപ്പ് ചെയ്യുന്നവരൊക്കെ വി ബെസ്റ്റ് അംഗങ്ങളാണ്. അപ്പൊ ചോദിക്കുക എല്ലാരും 100 ഇനി ഞാൻ പോയിട്ട് എന്റെ പെർസെന്റേജ് കിട്ടാൻ നാണക്കേട്. ഇടണമെന്നില്ല, എഴുതി വെച്ചാൽ മതി. 3, ഒരു ദൈവത്തിന്റെ അനുഗ്രഹം നമ്മുടെ മേലുണ്ടെന്ന് വിശ്വസിക്കുന്നവർ എത്ര പെർസെന്റേജ് ഉണ്ട്? അതായത് ഞാൻ വിശ്വസിക്കുന്നത്, ഞാൻ പറയുന്നത് പള്ളിയിൽ പോകുന്നതിനെയോ പ്രാർത്ഥിക്കുന്നതിനെയോ അമ്പലത്തിൽ പോയി പ്രാർത്ഥിക്കുന്നതിനോ നമസ്കരിക്കുന്നതിനെയോ ഒന്നുമല്ല. അത് ദൈവം, അത് നിങ്ങളുടെ ഓരോരുത്തരുടെയും പേഴ്സണൽ. പക്ഷെ ഏതൊക്കെയോ സാഹചര്യങ്ങളിൽ നമ്മളെ കൈപിടിച്ചുയർത്തുന്ന വലിയൊരു ശക്തി എന്നോടൊപ്പം ഉണ്ട്. ഇപ്പതാ ഈ പ്ലാറ്റ്ഫോമിൽ എത്തിയത് വരെ, നമ്മൾ ഈ പ്രഭാതത്തിൽ ഉണർന്നത് വരെ, അങ്ങനെ സഹായിക്കാൻ ഒരു കാരണമുണ്ട് എന്ന് വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ദൈവാനുഗ്രഹമുള്ളവരാണ്. അപ്പൊ അത് എത്ര പെർസെന്റേജ് ആണെന്ന് നോട്ട് ചെയ്യും. താങ്ക് യു.
അപ്പൊ 3 കാര്യങ്ങൾ നോട്ട് ചെയ്തു. ഇനി നമുക്ക് ഒരു കൊച്ചു കാര്യം, ഈ സെഷന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ചില ചിന്തകളിലേക്ക് പോകാം. അപ്പൊ അപ്ഗ്രേഡ് യുവർ 10%. എല്ലാ സെഷൻസിൽ നിന്നും എല്ലാ കാര്യങ്ങളിൽ നിന്നും ചെയ്യാം. എന്താണെന്നുള്ളത് ഞാൻ വിശദമായിട്ട് സംസാരിക്കും. ഇന്ന് ചെയ്യേണ്ട എക്സസൈസ്, 1-ാം ദിനത്തിലുള്ള എൻ്റെ സമ്മാനം, പ്രഭാത ഭക്ഷണത്തിന് മുൻപ് ചെയ്തു തീർക്കാവുന്ന 6 കാര്യങ്ങൾ ഇന്ന് നമ്മൾ തീരുമാനിക്കുന്നു. അതായത് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നതിന് മുമ്പ്, മോഹനേട്ടന്റെ ചേച്ചി, ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നതിന് മുമ്പ് ചെയ്യേണ്ട 6 കാര്യങ്ങൾ, കൊച്ചു കൊച്ചു കാര്യങ്ങളാണ്. എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഞാൻ ക്ലൂ തരാം, കുറച്ച് ക്ലൂസ് തരാം. അതിൽ ഏതെണ്ണമെങ്കിലും 6 സെലക്ട് ചെയ്താൽ മതി. റെഡിയാണോ? അങ്ങനെയാണ് 21 ഡേയ്സ് കൊണ്ട് നമ്മൾ സന്തോഷത്തിലേക്കുള്ള ഒരു യാത്രയിൽ അപ്ഗ്രേഡ് ചെയ്യാൻ പോകുന്നത്. നമ്മുടെ ലക്ഷ്യങ്ങളുടെ സാക്ഷാത്കാരത്തിലേക്കുള്ള 21 ദിവസങ്ങളെ 21 മഹത് ദിനങ്ങളാക്കി മാറുന്നത് അങ്ങനെയാണ്. തുടക്കം ഇവിടെ നിന്നാണ്. അതായത് പ്രഭാത ഭക്ഷണത്തിന് മുമ്പ് ചെയ്തു തീർക്കാവുന്ന 6 കാര്യം. 1, ഒരു ഓപ്ഷൻസ് ആണ്, ഏത് വേണേലും എടുക്കാട്ടോ. രാവിലെ എഴുന്നേറ്റാൽ ആ ബെഡിൽ ഇരുന്നു കൊണ്ട് ഒന്ന് പ്രാർത്ഥിക്കുമോ? ഒരു കാര്യം ചെയ്യുന്നവരാണ് കൂടുതൽ പേരൊന്നും എനിക്കറിയാം. ആ ബെഡിലിരുന്ന് ഈ പ്രഭാതം എനിക്ക് തന്നതിന് ദൈവമേ നന്ദി എന്ന് പറയുന്ന ഒരു കാര്യം. ഒരു ഓപ്ഷൻ അതാ. രാവിലെ കുറച്ചുകൂടി അഡ്വാൻസ് ആണ്, വേർഷൻ 3 ആണ്, അതുകൊണ്ട് എല്ലാവരും ശ്രദ്ധിക്കണം. രാത്രി വെള്ളം കുടിച്ചതിന് ശേഷം കിടക്കാൻ പോകുന്നതിന് തൊട്ട് മുന്നേ ആയിട്ട് ഒരു ഗ്ലാസ് വെള്ളം എടുത്തിട്ട് ബെഡ്റൂമിൽ അടച്ചു ഭദ്രമായിട്ട് വെക്കുക. പറ്റുമെങ്കിൽ ഒന്ന് പ്രാർത്ഥിക്കുക, എന്നിട്ട് കിടക്കുക. കാരണം ജലം പൈപ്പിൽ നിന്നോ ഫിൽറ്ററിൽ നിന്നോ കുപ്പിയിൽ നിന്നോ ഒഴിച്ചിട്ട് അപ്പോൾ തന്നെ കഴിക്കുന്നത് നമ്മുടെ ശരീരത്തിന് അത്ര ഘടനാപരമായി അത്ര നല്ലതല്ല. അവിടെ ഒരു തന്മാത്രകളുടെ അല്ലെങ്കിൽ ആ ഫ്ലോയിൽ നിന്ന് വരുന്നതിനൊരു എനർജി ലെവലിന് ചെറിയ വ്യത്യാസം വരുന്നുണ്ട്. പൈപ്പിൽ നിന്ന് വരുമ്പോൾ ഒരുപാട് ബെൻഡുകളിലൂടെ വരുന്നതാകാം, ഫിൽറ്ററിലൂടെ വരുമ്പോഴും ചെറിയ കുഴലുകളിലൂടെ വരുന്നതാകാം, കുപ്പിയിൽ നിന്ന് ഒഴിക്കുമ്പോഴും അതിനൊരു ചാഞ്ചാട്ടമുണ്ട്, അതിന്റെ ഘടനയിൽ ചെറിയൊരു വ്യത്യാസം വരുന്നു. പക്ഷെ അതൊന്നെടുത്ത് ബെഡ്റൂമിൽ അടച്ചു വെച്ചാൽ ശാന്തമായിട്ടിരിക്കുമ്പോൾ അതിനൊരു പ്രത്യേക ശക്തി വരുന്നു. ഇതിന്റെ സയന്റിഫിക്കൽ വേർഷനൊക്കെ നമുക്ക് പിന്നീട് സംസാരിക്കാം. ആ വെള്ളം കുടിച്ചാൽ നമുക്ക് ഓരോരുത്തർക്കും കൂടുതൽ ഉണർവുണ്ടാവും. അതുകൊണ്ടാണ് പണ്ട് ഉള്ള മുത്തശ്ശിമാരെ കുടത്തിൽ വെള്ളം എടുത്തിട്ട് വൈകിട്ട് എടുത്തു വെക്കും. അതിനകത്തൊരു പൂവോ എന്തെങ്കിലും എടുത്ത് പൂജിച്ചു വെക്കും എന്ന പോലെ പ്രാർത്ഥിച്ചുകൊണ്ടാണ് ആ വെള്ളം. അതിൽ നിന്നുള്ള വെള്ളം എടുത്തിട്ടാണ് പിറ്റേ ദിവസത്തെ പ്രഭാതങ്ങളിൽ പ്രഭാത കർമ്മങ്ങൾക്ക് ഉപയോഗിക്കുക. എന്തെടുത്താലും ആ കാലത്തിൽ നിന്നുള്ള വെള്ളമായിരിക്കും എടുക്കുക. അതിന്റെ പിന്നിലൊരു രഹസ്യമുണ്ട്. നമുക്ക് സമയം കിട്ടുമ്പോൾ വിശദമായി സംസാരിക്കാം. അതുകൊണ്ട് നാളെ, ഇന്ന് മുതൽ, ഇന്ന് രാത്രി കിടക്കുമ്പോൾ വെള്ളം കുടിക്കുന്നു. കുടിച്ചതിന് ശേഷം ഒരു ഗ്ലാസ് വെള്ളം, നല്ല നിറയെ ഗ്ലാസ് വെള്ളം എടുത്ത് നമ്മുടെ ബെഡ്റൂമിൽ സേഫ് ആയിട്ട് വെക്കാം. പ്രാർത്ഥിക്കുക, ദെൻ വെള്ളം കുടിക്കാനായിട്ടുള്ള ഒരു ഓപ്ഷൻ ചൂസ് ചെയ്യാം. ഞാൻ പറയുന്നത് തന്നെ ചെയ്യണമെന്നില്ല, ഏതെങ്കിലും 6 എടുത്താൽ മതി. ഞാൻ 5-10 പറയുന്നുണ്ട്. 3, ഞാൻ കുളിക്കും എന്നുള്ള തീരുമാനം. രാവിലെ തന്നെ ഞാൻ ഫ്രഷ് ആയിട്ട് കുളിച്ചിട്ടേ ഈ സെഷനിൽ വരൂ എന്നുള്ള തീരുമാനം എടുക്കാം. ഒരു ഓപ്ഷൻ. ഇതിൽ ഓപ്ഷൻ ഉണ്ട് കേട്ടോ, ഏത് വേണമെങ്കിലും എടുക്കാം. അടുത്തത്, ഞാനൊന്ന് ശാന്തമായിട്ടിരുന്ന് മെഡിറ്റേഷൻ ചെയ്യും. നമ്മുടെ മെഡിറ്റേഷൻ ഉണ്ട്, അതിലായാലും മതി. ശാന്തമായിട്ട് കുറച്ചു നേരം ഞാനും വലിയ ശക്തിയുമായിട്ട് ലയിച്ചു ചേരുന്ന ഒരു സിറ്റുവേഷൻ ഞാൻ ക്രിയേറ്റ് ചെയ്യും. മെഡിറ്റേഷൻ. ഞാനൊന്ന് എക്സസൈസ് ചെയ്യും, യോഗ ചെയ്യും. യോഗ നിങ്ങളെ അപ്ഗ്രേഡ് ചെയ്യാൻ ഇന്നേ വരെ ലോകത്ത് കണ്ടുപിടിച്ചിട്ടുള്ള ഏറ്റവും മഹത്തായ കാര്യം ഞാൻ പറയാതെ തന്നെ അറിയാം. ജൂൺ 21 യോഗാ ദിനത്തിൽ അതിനെക്കുറിച്ചും അല്ലെങ്കിൽ നമ്മൾ അറിയുന്നതാണ്. ലോകത്തിൽ ഇന്നേ വരെ കണ്ടുപിടിച്ചിട്ടുള്ള ഏറ്റവും ശാന്തിയും സമാധാനവും സന്തോഷവും നിങ്ങളെ അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റുന്ന ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വി ബെസ്റ്റ്, അതിന് പ്രാധാന്യം കൊടുക്കുന്നു. നിങ്ങൾക്കൊരു ഗുരുനാഥനുണ്ട് ഇവിടെ, ജോയ് ജോൺസൺ. അതുപോലെ ഒട്ടനവധി പേരെ യോഗയിൽ പ്രാക്ടീസ് ചെയ്യുന്നവരുണ്ട്. അതിലൊരു ഓപ്ഷൻ നിങ്ങൾക്ക് വേണ്ടി എടുക്കാം. ഇതിൽ തുടങ്ങാൻ താല്പര്യമുണ്ടെങ്കിൽ 4:30 ജോയിൻ ചെയ്താൽ മാത്രം മതി, 4:30 മണിക്ക്. നെക്സ്റ്റ്,
രാവിലെ ഒരു സഞ്ചാരം, ഒരു യാത്ര, നടക്കണമെങ്കിൽ നടക്കാൻ പോകാം, പ്രകൃതിയുമായിട്ട് ചേർന്നുള്ള സ്ഥലത്ത് ഒന്ന് നടക്കാം. ഒന്നുമില്ലെങ്കിൽ വീട്ടുമുറ്റത്ത് ചെടികളെ പരിപാലിച്ചുകൊണ്ട് അതിന്റെ വളർച്ചയെ കണ്ട് ഒരു പൂവിനെയെങ്കിലും കണ്ടുകൊണ്ട്, കാട്ടുപൂവാണെങ്കിൽ കാട്ടുപൂ കണ്ടുകൊണ്ട് ഒരു നടത്തം, അല്ലെങ്കിൽ കുറച്ചുകൂടി സൗകര്യം ഉണ്ടെങ്കിൽ ഒരു യാത്ര, ഒരു കുറച്ച് ദൂരം പോയിട്ട് ഞാൻ ചെയ്യുന്നത് വണ്ടി എടുത്ത് കുറച്ചങ്ങ് ദൂരം പോയിട്ട് മ്യൂസിക്കൽ വാക്ക് വേ എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്, അവിടെ പോയിട്ട് ഞാനും ഒന്ന് നടക്കും. അവിടെ കിട്ടുന്ന എനർജി ലെവൽ എന്താണെന്നും അതിന്റെ ഹൈ പൊട്ടൻഷ്യൽ എന്താണെന്നും നിങ്ങളുടെ ശരീരത്തിൽ നടക്കുന്ന മാറ്റങ്ങൾ എന്താണെന്നും സയന്റിഫിക്കലായിട്ട് ഞാൻ പറഞ്ഞു തരാം നെക്സ്റ്റ് ഡേയ്സ്. അതുകൊണ്ട് ഇതൊരു ഓപ്ഷനാണ്, പ്രകൃതിയെ കണ്ടുകൊണ്ടുള്ള ഒരു സഞ്ചാരം അല്ലെങ്കിൽ ഒരു ഓട്ടം. നെക്സ്റ്റ്, ഒരു ദിവസത്തെ പ്ലാൻ ചെയ്യുക, ടു ഡു ലിസ്റ്റ്. ഇന്ന് ചെയ്യേണ്ട പ്രവൃത്തികൾ എന്തൊക്കെയാണെന്ന് കൃത്യമായിട്ട് എഴുതി വെക്കുക. അതിനും ഈ ബ്രേക്ക്ഫാസ്റ്റിന് മുമ്പ് സമയം കണ്ടെത്തണം. ഓപ്ഷനാണ്, ഏതെങ്കിലും 6 മതി. നെക്സ്റ്റ്, വരവ് ചിലവ് കണക്കുകൾ എഴുതി വെക്കുക. അല്ലെങ്കിൽ ഒരു ആപ്ലിക്കേഷൻ ഉണ്ട്, അതിനെക്കുറിച്ചും വിശദമായിട്ട് പറയാം. ഇന്നലെ എത്ര ചിലവാക്കി, ഇന്ന് എത്രയാണ് എനിക്ക് എക്സ്പെൻസ് വേണ്ടത്, എൻ്റെ കയ്യിൽ ബാലൻസ് എത്രയുണ്ടെന്നൊക്കെ കാൽക്കുലേറ്റ് ചെയ്തുകൊണ്ട് ബ്രേക്ക്ഫാസ്റ്റിന് മുമ്പ് ഡിസൈഡ് ചെയ്യണം. ടൈമർ, എന്ത് കാര്യം ചെക്ക് ചെയ്യണമെങ്കിലും സമയം വെക്കണം. ഇപ്പതാ സമയമുണ്ട്, ഇവിടെ കൃത്യം നമ്മൾ അവസാനിപ്പിക്കും, 1 മിനിറ്റേ ഉള്ളൂ, 6:30 നമ്മൾ എൻഡ് ചെയ്യും, നോ ഡൗട്ട്. അപ്പൊ ടൈമിങ് എല്ലാത്തിനും ഉണ്ടാവും. ഒരു ബുക്ക് വായിക്കാനുള്ള ഒരു മനസ്സ് നിങ്ങൾക്ക് ഉണ്ടാവും. മിനിമം 5 പേജെങ്കിലും ബുക്ക് വായിക്കുക എന്നുള്ള ഒരു ഓപ്ഷൻ. 6 ഏതെങ്കിലും 1 മതി കേട്ടോ. 10 മറ്റേ പറഞ്ഞു, അപ്പൊ അതിൽ ചെറുത് മാത്രം മതി. അപ്പൊ ഇത്രയാണ് ഇന്നത്തെ സെഷൻ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഈ 6 ഓപ്ഷൻസ് ഞാൻ ഗ്രൂപ്പിലിടാം, നിങ്ങളെ ഒരു ഗ്രൂപ്പിലേക്ക് കൊണ്ടുപോകുന്നുണ്ട്, ആ ഗ്രൂപ്പിൽ ഇട്ടുകൊള്ളാം. നിങ്ങൾക്ക് അതിൽ നിന്ന് 6 ചൂസ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ ജീവിതം സുന്ദരമാക്കാൻ എല്ലാവരെയും ക്ഷണിക്കുന്നു. സിമ്പിൾ കൊച്ചു 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 കാര്യങ്ങളിലൂടെ വലിയ വലിയ സന്തോഷത്തിലേക്ക് പോകാനുള്ള യാത്ര തുടരുന്നു. ഇതാണ് 1-ാം ദിനം. നാളെ നമുക്ക് പുതിയ അത്ഭുതങ്ങളും ചിന്തകളും പരിചയപ്പെടലുമായിട്ട് കാണാം. ഒരു തുടക്കം എന്നുള്ള രീതിയിൽ ഇത്രയുമാണ് എനിക്ക് പറയാനുള്ളത് എന്ന് പറഞ്ഞുകൊണ്ട്, സമയക്കുറവ് കൊണ്ട് എല്ലാവരെയും അഭിനന്ദിച്ചുകൊണ്ട് വന്നതിന്, നാളെ വരാനിരിക്കുന്നത് ഇനിയും മാർക്കിന്റെ ഭാഗമാകണം. സൂപ്പർ ഡേ. താങ്ക് യു സോ മച്ച്. ഇനിയും നമുക്ക് പുതുമയോട് കൂടി പോകാം. താങ്ക് യു സോ മച്ച്. ദ ബ്യൂട്ടിഫുൾ ഡേ. താങ്ക് യു Thank you so much.